ലോകത്തിലെ ബിസിനസ്സുകാർക്ക് ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ പറ്റിയ സമയമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 14ാമത് ഇന്ത്യ ഫ്രാൻസ് CEO ഫോറത്തിൻ്റെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശക്തമായ ബിസിനസ് സൗഹൃദ അന്തരീക്ഷവും നയതുടർച്ചയും നൽകിക്കൊണ്ട് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുകയാണ്. അതിനാൽ ബിസിനസ്സുകാർക്ക് ഇന്ത്യയിലേക്ക് വരാനുള്ള ശരിയായ സമയമാണിതെന്നാണ് മോദി പറഞ്ഞത്. നിങ്ങളെല്ലാവരും നവീകരിക്കുക, സഹകരിക്കുക, സംയോജിപ്പിക്കുക എന്ന മന്ത്രത്തിലാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുക മാത്രമല്ല, ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായും പങ്കാളിത്തം ശക്തിപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നതെന്ന് മോദി കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലേക്ക് വരാനുള്ള ശരിയായ സമയമാണിത്. എല്ലാവരുടെയും പുരോഗതിയും ഇന്ത്യയുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വ്യോമയാന മേഖലയിൽ ഇന്ത്യൻ കമ്പനികൾ വിമാനങ്ങൾക്ക് വലിയ ഓർഡറുകൾ നൽകിയത് ഇതിന് ഉദാഹരണമാണ്. ഞങ്ങൾ 120 പുതിയ വിമാനത്താവളങ്ങൾ തുറക്കാൻ പോവുകയാണ്. ഭാവി സാധ്യതകൾക്ക് നിങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഫ്രാൻസിന്റെ മികവ് ഇന്ത്യയുടെ സ്കെയിലിലെത്തുമ്പോൾ അത് ആഗോള പരിവർത്തനങ്ങളിലേക്ക് നയിക്കുമെന്നും മോദി പറഞ്ഞു. നേരത്തെ ഇന്ത്യ ഫ്രാൻസ് CEO ഫോറത്തിന്റെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിയെയും മോദി അഭിനന്ദിച്ചിരുന്നു. പ്രസിഡന്റ് മാക്രോണിക്കൊപ്പം ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഞങ്ങളുടെ 6ാമത്തെ കൂടിക്കാഴ്ചയാണിതെന്നും മോദി പറഞ്ഞു. ആഗോള AI ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുകയും ചെയ്തു. പാരീസിൽ വെച്ച് നടന്ന ഉച്ചകോടിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിക്കൊപ്പമായിരുന്നു സഹാധ്യക്ഷനായിരുന്നത്. മനുഷ്യ ദൈനംദിന ജീവിതത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ നിർണായക പങ്ക് വഹിക്കുന്നു എന്നതിനെക്കുറിച്ചും മോദി സംസാരിച്ചു. AIയുടെ നേട്ടങ്ങൾ എല്ലാവരുമായും പ്രത്യേകിച്ച് ഗ്ലോബൽ സൗത്തുമായി പങ്കിടണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അപകട സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. വിശ്വസ്തതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്ന ഓപ്പൺ സോഴ്സ് സിസ്റ്റങ്ങൾ വികസിപ്പിക്കുകയും ലോകത്തിന് പ്രയോജനങ്ങൾ ചെയ്യുന്നതായി ഗുണമേന്മയുള്ള ഡാറ്റ സൈറ്റുകൾ ഉണ്ടാക്കുകയും വേണമെന്നാണ് മോദി AI ബന്ധപ്പെട്ട പ്രസംഗത്തിൽ പറഞ്ഞത്. AI എന്നത് ആളുകളെ കേന്ദ്രീകരിച്ചുള്ള ആപ്ലിക്കേഷനുകളെക്കുറിച്ചായിരിക്കണം. സൈബർ സുരക്ഷ, തെറ്റായ വിവരങ്ങൾ, ഡീപ് ഫേക്കുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നമ്മൾ അഭിസംബോധന ചെയ്യണമെന്ന് മോദി ആവശ്യപ്പെട്ടു. ലോകമെമ്പാടുമുള്ള നിരവധി രാഷ്ട്രതലവന്മാരെയും നേതാക്കളെയും ഒക്കെ പങ്കെടുത്ത ചടങ്ങിലായിരുന്നു മോദിയുടെ പ്രസംഗം. ദശലക്ഷക്കണക്കിന് ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ AI സഹായിക്കും. കൂടാതെ ഇത് ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, കൃഷി കൂടാതെ മറ്റ് പല മേഖലകളിലേക്കും വ്യാപിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. AI പഴക്കുന്നതിൻ്റെ കാരണം തൊഴിൽ നഷ്ടപ്പെടലാണ്. പക്ഷേ സാങ്കേതിക വിദ്യയുടെ ഫലമായി ജോലി ഇല്ലാതാകുന്നില്ലെന്നും ചരിത്രം തെളിയിക്കുന്നത്. കാലത്തിനനുസരിച്ച് തൊഴിലുകളുടെ സ്വഭാവം മാറുന്നു. പുതിയ തരം തൊഴിലുകൾക്ക് സൃഷ്ടിക്കപ്പെടുന്നു. AI മൂലം ജോലികൾ ഇല്ലാതാവുന്നില്ലെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു.